നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടിനെ നടുക്കി വയനാട് മേപ്പാടിയിൽ മണ്ണിടിച്ചിൽ ദുരന്തം. 4 മരണം സ്ഥിരീകരിച്ചു. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങി. പാലക്കാട് വാടാനംകുറിശ്ശിയിൽ വീട്ടുമുറ്റത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം. സ്വയം തീ കൊളുത്തിയതെന്ന് പ്രാഥമിക നിഗമനം. എറണാകുളം കോതമംഗലം കൂവപ്പാറയിൽ വീടിന് സമീപത്തെ കിണറ്റിൽ കാട്ടാന വീണു. മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. 6ാം ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ സ്പെയിനിന് മുന്നിൽ കീഴടങ്ങി പോർച്ചുഗൽ. വിടവാങ്ങുന്നു ഫുട്ബോൾ രാജാവ് ക്രിസ്ത്യാനോ റൊണാൾഡോ. വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. വാർത്തകൾ വിശദമായി. വയനാട് മേപ്പാടിയിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ. തുരങ്കപാത നിർമ്മാണ മേഖലയിലെ മീനാക്ഷി പാലത്തിനു സമീപമാണ് മണ്ണിടിച്ചിൽ നടന്നത്. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായാണ് വിവരങ്ങൾ. 4 മരണം സ്ഥിരീകരിച്ചു. വയനാട് മേപ്പാടിയിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ. തുരങ്കപാത നിർമ്മാണ മേഖലയിലെ മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിൽ നടന്നത്. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായാണ് വിവരങ്ങൾ. വാഹനങ്ങളും മണ്ണിനടിയിൽപ്പെട്ടതായി സംശയമുണ്ട്. രാവിലെയോടെ നടന്ന അപകടത്തിൽ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരങ്ങൾ. അപകടത്തെ തുടർന്ന് മുണ്ടക്കൈ ചൂരൽമല റോഡ് പൂർണ്ണമായും മണ്ണിനടിയിലാണ്. റോഡിലുടനീളം ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നിർമ്മാണ കമ്പനിയായ ദിലീപ് ബിൽകോണിലെ 16ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളെ കാണാതായതായി കമ്പനി അധികൃതരും അറിയിച്ചിട്ടുണ്ട്. RRT സംഘം, പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് ദ്രുതഗതിയിൽ നേതൃത്വം നൽകി വരികയാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ വയനാട് ഭാഗത്തെ കവാടത്തിലാണ് വലിയ മണ്ണിടിച്ചിലുണ്ടായത്. 47 മണിക്കൂറോളമായി പ്രദേശത്ത് തുടരുന്ന അതിതീവ്ര മഴയെ തുടർന്നാണ് കള്ളാടിയിലെ മീനാക്ഷി പാലത്തിന് സമീപം വൻ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിൽ ദുരന്തത്തിന് നടുക്കുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിയെ ഉൾപ്പെടെ ഇടിച്ചു നീക്കി മണ്ണുമല ഒന്നാകെ കുത്തിയൊലിച്ചെത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മേപ്പാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ നടുക്കുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിയെ ഉൾപ്പെടെ ഇടിച്ചു നീക്കി മണ്ണുമലയൊന്നാകെ കുത്തിയൊലിച്ചെത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെയും ദൃശ്യങ്ങളിൽ കാണാം. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അപകടത്തിന്റെ തീവ്രത എത്ര വലുതാണെന്ന് വിളിച്ചോടുന്നതാണ് ദൃശ്യങ്ങൾ. പാലക്കാട് വാടാനംകുറിശ്ശിയിൽ വീട്ടുമുറ്റത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പൊയിലൂർ സ്വദേശി ജയയുടെ വീട്ടുമുറ്റത്താണ് സംഭവം. അജ്ഞാതൻ വീട്ടുമുറ്റത്തെത്തി സ്വയം തീ കൊളുത്തി മരിച്ചതാണെന്നാണ് പ്രാഥമിക വിവരം. പാലക്കാട് വാടാനംകുറിശ്ശിയിൽ വീട്ടുമുറ്റത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പൊയിലൂർ സ്വദേശി ജയയുടെ വീട്ടുമുറ്റത്താണ് സംഭവം. അജ്ഞാതൻ വീട്ടുമുറ്റത്തെത്തി സ്വയം തീ കൊളുത്തി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ചതാരെന്ന് വ്യക്തമായിട്ടില്ല. വീടിനു സമീപത്തെ തെങ്ങിന്റെ ചുവട്ടിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ രാവിലെയോടെ കണ്ടെത്തിയത്. അർദ്ധരാത്രിയാണ് സംഭവമെന്നാണ് കരുതുന്നത്. പുലർച്ചെ മഴ പെയ്തതിനാൽ മൃതദേഹം പൂർണ്ണമായും കത്താത്ത നിലയിലാണ് കണ്ടെത്തിയത്. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ കൂവപ്പാറയിൽ വീടിന് സമീപത്തെ കിണറ്റിൽ കാട്ടാന വീണു. കൂവപ്പാറ കട്ടായത്ത് അലിയാരുടെ വീടിന് സമീപത്തെ കിണറ്റിലാണ് കൊമ്പനാന വീണത്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ കൂവപ്പാറയിൽ വീടിന് സമീപത്തെ കിണറ്റിൽ കാട്ടാന വീണു. കൂവപ്പാറ കട്ടായത്ത് അലിയാരുടെ വീടിന് സമീപത്തെ കിണറ്റിലാണ് കൊമ്പനാന വീണത്. ആനയെ കരക്കെത്തിക്കാൻ സജ്ജീകരണവുമായി വനപാലകരെത്തിയെങ്കിലും കയറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ആനയെ പുറത്തെത്തിച്ച് കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശത്തു തന്നെ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്നും കോടനാട്ടേക്കോ മറ്റോ ആനയെ കൊണ്ടുപോവുകയോ ചെയ്യണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. പുലർച്ചെയാണ് ആന കിണറ്റിൽ വീണത്. ഇടുങ്ങിയ കിണറിനുള്ളിലേക്ക് വീണ കാട്ടാന തലഭാഗം പുറത്തേക്ക് ഉയർത്തിപ്പിടിച്ച നിലയിലാണ് കിണറിൽ കുടുങ്ങിയത്. മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. വനപാലകരുടെ നേതൃത്വത്തിൽ ആനയെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഫുട്ബോൾ ലോകം ഇന്ന് വീണ്ടും കരയുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട പോരാളിയുടെ കണ്ണീരിനൊപ്പം വിതുമ്പുകയാണ് കോടിക്കണക്കിന് ആരാധകർ. ഫുട്ബോൾ ലോകം ഇന്ന് വീണ്ടും കരയുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട പോരാളിയുടെ കണ്ണീരിനൊപ്പം വിതുമ്പുകയാണ് കോടിക്കണക്കിന് ആരാധകരും. തോൽവികളെ തച്ചുടച്ച വിജയത്തിന്റെ കൊടിപാറിച്ച ആ കാൽപന്തിന്റെ മഹാരാജാവ് ഇതാ ഡാലസിലെ പുൽമൈതാനിയിൽ തകർന്നു പോയിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ
6ാം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ സ്പെയിനിന് മുന്നിൽ പോർച്ചുഗൽ വീണപ്പോൾ ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങളാണ് കണ്ണീരിൽ അലിഞ്ഞുപോയത്. ആ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ തന്റെ കരിയറിലെ അവസാന ലോകകപ്പാണിതെന്ന കടുത്ത യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ ആ മനുഷ്യൻ കുറച്ചുനേരം നിശ്ചലനായി നിന്നു. സ്പെയിനിന്റെ കൗമാരതാരം ലാമിൻ യമാലിനെ കെട്ടിപ്പിടിച്ച് ആശ്വാസം തേടുമ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഒടുവിൽ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ച ആരും കാണാതെ ടണലിലേക്ക് നടന്നുപോയ ആ ഇതിഹാസത്തിന്റെ ദൃശ്യം കാണുമ്പോൾ ലോകമെമ്പാടുമുള്ള എത്രയോ പേരുടെ കണ്ണുകളാണ് ഈർപ്പമുള്ളതായത്. ആ 2 പതിറ്റാണ്ടിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്കാണ് അവിടെ അന്ത്യമായത്. കളിക്കളത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഫുട്ബോളിനായി എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, എനിക്ക് യാതൊരു ഖേദവുമില്ല എന്ന. അതെ, ഈ 41ാം വയസ്സിലും രാജ്യത്തിനായി 3 ഗോളുകൾ അടിച്ചുകൂട്ടി തന്റെ ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കി. 5 ബാലൻഡിയോർ, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, യൂറോ കപ്പ് ഫുട്ബോൾ, ലോകത്തെ എല്ലാ സിംഹാസനങ്ങളും കീഴടക്കിയ ആ രാജാവിന് ഒടുവിൽ ലോകകപ്പ് എന്ന കനക കിരീടം മാത്രം ഒരു അപ്രാപ്യ സ്വപ്നമായി അവശേഷിച്ചു. ആ കിരീടത്തിൽ നിന്ന് തൊടാനാകാതെയാണ് ആ ഇതിഹാസത്തിന്റെ വിടവാങ്ങൽ. 2006 ജർമ്മനിയുടെ മൈതാനിയിൽ പോർച്ചുഗലിനെ ലോകകപ്പ് സെമി ഫൈനൽ വരെ എത്തിച്ച ആ 21 വയസ്സുകാരനിൽ നിന്നാണ് ഈ ചരിത്രം തുടങ്ങിയത്. 2 പതിറ്റാണ്ടുകാലം ലോക ഫുട്ബോളിനെ തന്റെ തോളിലേറ്റിയ താരം അവസാനമായി ആ ലോകവേദിയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഒരു തലമുറയെ മുഴുവൻ കാൽപന്തിന്റെ ലോകത്തേക്ക് ആവേശം കൊള്ളിച്ച CR7 ഇനി മറ്റൊരു ലോകകപ്പ് വേദിയിലും ഉണ്ടാകില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ ഫുട്ബോൾ ലോകത്തിന് ഇനിയും സമയമെടുക്കും. അതെ, കിരീടം നേടാൻ കഴിഞ്ഞില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുണ്ടാക്കിയ സാമ്രാജ്യവും നിങ്ങൾ നൽകിയ ആവേശവും ഫുട്ബോൾ ഉള്ള കാലത്തോളം ഈ ഭൂമിയിൽ ഉണ്ടാകും. റൊണാൾഡോ, കനക കിരീടമില്ലെങ്കിലും നിങ്ങൾ തന്നെയാണ് ഈ ലോകത്തിന്റെ രാജാവ്. ആ അവിസ്മരണീയമായ ലോകകപ്പ് കരിയറിന് ഫുട്ബോൾ ലോകത്തിന്റെ കണ്ണീരിൽ കുതിർന്ന വിട. സ്പോർട്സ് ഡെസ്ക്, തനിനിറം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിൻ മനം. സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.